നമ്മുടെ മഹാനടൻ, നമ്മുടെ ലാലേട്ടൻ്റെ അമ്മ കഴിഞ്ഞ ദിവസം വിടവാങ്ങിയ വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ആ രംഗമാണ് നമ്മളിപ്പോൾ കണ്ടത്. ലാലേട്ടൻ വളരെ സങ്കടത്തോട് കൂടിയിട്ടാണെങ്കിൽ പോലും മനസ്സിൽ കുറേ സങ്കടം ഉണ്ടെങ്കിലും വന്ന എല്ലാവരെയും നോക്കി വന്നതിന് നന്ദി അറിയിക്കുന്ന രീതിയിലുള്ള ഒരു മുഖഭാവത്തോടു കൂടി ലാലേട്ടൻ നിൽക്കുന്നു. തൻ്റെ അച്ഛമ്മ മരിച്ച വിവരം അറിഞ്ഞ് വളരെ സങ്കടത്തോടു കൂടി ഓടിയെത്തുന്ന പ്രണവ് മോഹൻലാൽ. മരണം അത് പ്രായമായിട്ടായിക്കോട്ടെ അല്ലെങ്കിൽ ചെറുപ്പമായിക്കോട്ടെ, അത് എങ്ങനെ ആയിക്കോട്ടെ, മരണം എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ നമ്മുടെ ഈ ലോകത്ത് നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മളിൽ നിന്നും വിടവാങ്ങുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട്. അത് ഓർക്കാൻ പോലും പറ്റുന്നില്ല. ഒരു മനുഷ്യൻ്റെ വിയോഗം എങ്ങനെയാണത് എന്നുള്ളത് എനിക്ക് മാത്രമല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ജനങ്ങൾക്കും ഭയങ്കര പ്രശ്നമായിരിക്കുമെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു കമൻറ്റ് ഞാൻ കണ്ടു, ലാലേട്ടൻ്റെ അമ്മ മരിച്ചു അല്ലെങ്കിൽ വിടവാങ്ങി എന്നുള്ള ഈ വിയോഗം ഞാൻ അറിഞ്ഞത് പുറത്ത് വെച്ചാട്ടോ. ഞാൻ പുറത്ത് ഒരു മോളിൽ നിൽക്കുന്ന സമയത്ത്, ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിൽക്കുന്ന സമയത്ത്, അവിടെ ടി വിയിലാണ് ഞാൻ ലാലേട്ടനും അമ്മയും കൂടി കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു വീഡിയോ ഫോട്ടോസ് കണ്ടത്. അപ്പോഴാണ് അറിഞ്ഞത്, അയ്യോ മരിച്ചോ, ഇന്നലെയായിരുന്നു എന്ന് വിചാരിച്ചു അങ്ങനെ നിന്നു. ഒരുപാട് മാധ്യമങ്ങളിൽ ന്യൂസും കാര്യങ്ങളൊക്കെ വന്നു. അതിൻ്റെ കീഴെ വന്നിരിക്കുന്ന ഒരു കമൻ്റ് ആണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. അതിൽ വന്നിരിക്കുന്ന ഗോവിന്ദ് എന്ന് പറഞ്ഞ ഒരു മഹാമനുഷ്യനാണ് കമൻ്റ് ഇട്ടിരിക്കുന്നത്. ഗോവിന്ദ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് കേട്ടോ. മനുഷ്യനാണോ ഇവനെന്ന് പോലും എനിക്ക് സംശയം തോന്നുന്നു. എന്താ ഒരു മനുഷ്യൻ്റെ വിയോഗത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യനെ ചിന്തിക്കാൻ പറ്റുമോ? ഇവൻ ചോറൊക്കെ തന്നെയാണോ തിന്നുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ഒരു കമൻ്റാണ് ഗോവിന്ദ് എന്ന് പറയുന്ന ഈ വ്യക്തി ഇട്ടിരിക്കുന്നത്. ഇവൻ്റെ പിക്കും കാര്യങ്ങളും അവൻ്റെ കമൻറ്റ് ഞാനിവിടെ വെക്കാം. തള്ളക്കും സെഞ്ചുറി മിസ്സായി, പിന്നെ കുറച്ച് ഇമോജി ഇട്ടിട്ടുണ്ടാവും. പിന്നെ 100 കോടി ക്ലബിൽ കയറിയില്ല. ഈ ഒരു കമൻ്റാണ് ഇവൻ ഇട്ടിരിക്കുന്നത്. ഈ ഒരു മനുഷ്യൻ്റെ മരണവാർത്ത ന്യൂസിൽ വന്നപ്പോൾ മനുഷ്യൻ എന്ന് പറയുന്ന ഈ മൃഗം ഇട്ടിരിക്കുന്ന, അല്ലെങ്കിൽ മൃഗത്തിൻ്റെ ചിന്താഗതിയോട് കൂടിയിട്ട് ജീവിക്കുന്ന ഇവൻ ഇട്ടിരിക്കുന്ന കമൻ്റാണ് കേട്ടോ. ഇതേപോലെ തന്നെയാണ് ശ്രീനിയേട്ടൻ്റെ മരണത്തിൽ മമ്മൂക്ക വന്ന് അവിടെ വിഷമിച്ചിരിക്കുന്ന സമയത്തും ഇതേപോലെ ഒരു കമൻ്റ് ഇട്ടുകൊണ്ട് ഒരുത്തം വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ രീതിയിൽ അതേ മനോഭാവത്തോട് കൂടി നിൽക്കുന്ന മറ്റൊരു മനുഷ്യൻ അല്ലെങ്കിൽ മറ്റൊരു ആള് ഇട്ടിരിക്കുന്ന കമൻ്റാണ്. എന്താ അല്ലേ, ഇവരൊക്കെ മനുഷ്യരാണോ? ഒരു അമ്മയാണ് മരിച്ചിരിക്കുന്നത്. ഒരു മകനെ സംബന്ധിച്ച് ഒരമ്മ നഷ്ടപ്പെടുമ്പോഴുള്ള വേദനയുണ്ടല്ലോ, അത് പ്രായമായിട്ടായിക്കോട്ടെ അല്ലാണ്ടായിക്കോട്ടെ. ഈ കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയതേ, ഇവന് മനസ്സാക്ഷി എന്ന് പറഞ്ഞ ഒന്നും ഇല്ലേ? പിന്നല്ലെങ്കിൽ മറ്റേ ആരുടെയെങ്കിലും ഫാനാണോ? ഏത് ഫാനാണെങ്കിലും, ആരുടെ ഫാനാണെങ്കിലും ഇവന് മനസ്സാക്ഷി എന്ന് പറഞ്ഞ ഒന്നുമില്ലേ? എന്തൊരു നാറിയ ഏർപ്പാടാണെന്ന് തോന്നിപ്പോകും. ആളുകളുടെ ദുഃഖത്തിൽ ഏർപ്പെട്ടില്ലെങ്കിലും ഇതേപോലുള്ള കമൻ്റ് ഇടാതിരിക്കാനുള്ള ഒരു വിവേകമെങ്കിലും കാണിച്ചുകൂടെ എൻ്റെ പൊന്നു ഗോവിന്ദേ? ലാലേട്ടനെ പോലെയുള്ള ഒരു മഹാനടനെ, നല്ലൊരു മനുഷ്യനെ, വലിയൊരു മനുഷ്യനെ നമുക്ക് സമ്മാനിച്ച അമ്മയാണ് ശാന്താകുമാരി അമ്മ. ആ അമ്മയാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. എറണാകുളത്ത് എളമക്കരയിൽ വെച്ചിട്ടായിരുന്നു മരണം സംഭവിച്ചത്. ലാലേട്ടൻ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. കുറേ വർഷങ്ങളായിട്ട് വയ്യാതെ കിടക്കുമായിരുന്നു. സംസാരമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയപ്പോൾ ലാലേട്ടൻ ഓടിച്ചെന്നത് അമ്മയുടെ അടുത്തേക്കാണ്. നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ വെച്ചിട്ടാണ് ലാലേട്ടൻ ആ ഷൂട്ട് നിൽക്കുന്ന സമയത്താണ് ലാലേട്ടൻ ആ ഒരു കോളും ആ ഒരു അറിയിപ്പും കിട്ടിയത്. ലാലേട്ടന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടി എന്നുള്ളത്. ആ ഒരു സന്തോഷം ബിഗ് ബോസ് കുടുംബാംഗങ്ങളുടെ ഒപ്പം തന്നെ ലാലേട്ടൻ അത് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. സന്തോഷം. പക്ഷേ ലാലേട്ടൻ ആ സമയത്ത് അറിഞ്ഞെങ്കിലും നേരെ ലാലേട്ടൻ പോയത് ലാലേട്ടൻ്റെ അമ്മയുടെ അടുത്തേക്കാണ്. അമ്മക്കത് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അത് കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായെന്ന് അന്നത്തെ മാധ്യമങ്ങളിലെ ലാലേട്ടൻ തന്നെ എല്ലാവരെയും വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ആ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറേ വർഷങ്ങളായിട്ട് കിടപ്പിലൊക്കെ ആയിരുന്നു. സംസാരിക്കാനൊന്നും കഴിയുന്നുണ്ടായിരുന്നില്ല. വാക്കുകളിലല്ല അവരെ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അവരുടെ സ്നേഹം പങ്കിട്ടത് അവരുടെ കണ്ണുകളിലൂടെയൊക്കെ ആയിരുന്നു. അത്രയും മാത്രം അമ്മയെ സ്നേഹിക്കുന്ന ഒരു മകനാണ് ലാലേട്ടൻ. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ അനുമോളും എല്ലാവരും വന്നിട്ടുണ്ട് കാണാനായിട്ട്. അന്ന് ശ്രീനിയേട്ടൻ്റെ മരണത്തിന് കമൻ്റ് ഇട്ട ആളുടെ അതേ മനോഭാവത്തോടു കൂടി നിൽക്കുന്ന ആളുകൾ ഇനി ഉണ്ട് നമ്മൾക്കിടയിൽ. ഒരുപാട് അതേ മനോഭാവത്തോട് കൂടിയിട്ട് ഒരു മനുഷ്യൻ്റെ വിയോഗം പോലും ഇങ്ങനെ പുച്ഛമായി കാണുന്നു. അതൊക്കെ ഇവൻ്റെ വീട്ടിൽ ഇതേപോലെയൊക്കെ സംഭവിക്കും. ഇങ്ങനെ കമൻ്റ് ഇടുന്നവരുടെ ഇതേ മനോഭാവത്തോടു കൂടി നിൽക്കുന്ന ഇവൻ്റെയൊക്കെ വീട്ടിൽ ഇതേപോലെ സംഭവിക്കുമ്പോഴേ ഇവനൊക്കെ ഇതൊക്കെ മനസ്സിലാവുള്ളൂ.
നമ്മളെല്ലാവരും മനുഷ്യരാണ്. അത് പ്രായമായിട്ടായിക്കോട്ടെ, ചെറുപ്പമായിട്ടായിക്കോട്ടെ, അസുഖം വന്നിട്ടായിക്കോട്ടെ, അല്ലാതായിക്കോട്ടെ. ഇവൻ്റെ ഒന്നും വീട്ടിലല്ലല്ലോ ഇവർ അസുഖം വന്നിട്ട് ബാധിതയായിട്ട് കിടന്നത്. പിന്നെ എന്തിനാണ് ഇവനൊക്കെ ഇത് അങ്ങനെയൊക്കെ പറയണത്? അത്ര വർഷം ജീവിക്കാൻ കഴിയുന്ന തന്നെ ഭാഗ്യത്. മക്കളുടെ നല്ല കാലം എല്ലാം കണ്ട് അവർക്ക് വരുന്ന നേട്ടങ്ങളെല്ലാം കണ്ട് ജീവിക്കാൻ കഴിഞ്ഞത് ആ അമ്മയുടെ മഹാപുണ്യ ജന്മമായതുകൊണ്ടാണ്. നിന്നെ പോലെയുള്ളവർക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സ് നന്നായിരിക്കണം. മക്കളുടെ നന്മയും നല്ലതൊക്കെ കണ്ട് നമുക്ക് ജീവിക്കാനായിട്ട് അത്രയും നല്ലൊരു മഹാനടൻ, അത്രയും കഴിവുള്ള ഒരു മനുഷ്യനെ നമുക്ക് സമ്മാനിച്ച, നമ്മൾ മലയാളികൾക്ക് സമ്മാനിച്ച, നമ്മുടെ മലയാളിയുടെ സ്വകാര്യ അഹങ്കാരം കൂടിയാണല്ലോ ലാലേട്ടൻ. അത്രയും വലിയ മഹാനടനെ നമ്മൾക്ക് സമ്മാനിച്ച ഒരു അമ്മയാണ്. അമ്മയുടെ വിയോഗമാണ്. അതിന് ഒരുത്തിനിട്ടിരുന്ന കമൻറ്റാണ്. എന്തായാലും അവൻ്റെ കമൻറ്റും അവൻ്റെ ഐഡിയും ഞാൻ ഇവിടെ വെക്കാം. നിങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പോയി 2 പറഞ്ഞോ.